നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ചിക്കൻ ഗ്രില്ലാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ ഗ്രില്ല്. അത് നല്ല ഹെൽത്തിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലെ ഫാറ്റൊക്കെ ഉരുകി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഈ നല്ല പച്ച മസാലയൊക്കെ ചേർത്തിട്ട് ഒരു നാടൻ ഒരു ചിക്കൻ ഗ്രില്ല്, ഇതിൻ്റെ കൂട്ട് വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം ചിക്കൻ ഗ്രില്ല് ഒരേപോലെ ചെറുപ്പക്കാർക്കും അതുപോലെ വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ കൂട്ട് വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിക്കൻ ഗ്രില്ല് തയ്യാറാക്കാനായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതിനായിട്ട് നമുക്ക് മല്ലിയില വേണം, അതുപോലെ പുതിനില വേണം, പിന്നെ പച്ചക്കുരുമുളക് വേണം. ഇത് മൂന്നും നമ്മുടെ പച്ച കളറിലുള്ള മസാലകളാണ്. പച്ചക്കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചതാണ്. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരേ അളവിലെടുത്തിട്ട്. ഇനി നമുക്ക് വേണ്ടത് മസാലകളാണ്. ഇത് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ഉപ്പ് വേണം, അതുപോലെ തന്നെ നാരങ്ങാനീര് വേണം, കുറച്ച് എണ്ണ വേണം. ഓയിൽ ഇപ്പോൾ ബട്ടർ യൂസ് ചെയ്യേണ്ടവർക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് കോഴി വേണം. ഇത് ഒരു കോഴി 4 മുറിച്ച് വെച്ചേക്കുന്നതാണ്. 2 ലെഗ് പീസും അതുപോലെ 2 വിങ്സിൻ്റെ ആ പോർഷനും 2 എണ്ണം. ഇത് നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് കുത്തിയാലും മതി. ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പച്ചക്കുരുമുളക് ചേർക്കാം മിക്സിയുടെ ചെറിയ ബൗളിലേക്ക്. അതുപോലെ മല്ലിയില, നമുക്ക് പുതിനില ചേർക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഈ പച്ച കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കുന്നത്. എപ്പോഴും ഈ പച്ച കളർ പോകാതിരിക്കാനായിട്ട് മല്ലിയില പുതിനില ഒക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് അരച്ചാൽ മതി. ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ബാക്കി മസാലകൾ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചതാണ്. അതുപോലെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഗരം മസാല ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി വേണം നമുക്ക്. പച്ചക്കുരുമുളകും മുളകും നമ്മൾ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കണം. ഒരു നാരങ്ങയുടെ നാരങ്ങാനീരാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. 4 വലിയ പീസ് ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർക്കണം. എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലേക്ക് പകർത്താം. ഇത് നമ്മുടെ ചിക്കൻ പീസാണ്. നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മളിനി ഒന്ന് വരഞ്ഞു കൊടുക്കണം. നല്ലൊരു മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത്. അതുപോലെ ചിക്കൻ പീസ് നമ്മൾ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഈ മസാല ഈ ചിക്കൻ പീസിൽ പുരട്ടി വയ്ക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇറച്ചിയൊക്കെ കേടായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത ശേഷം എടുത്ത് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാരിനേഷനാണ്. നമ്മൾ പുതിനിലയുടെയും മല്ലിയിലയുടെയും അതുപോലെ പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട്. പോരാത്തതിന് നമ്മൾ നാരങ്ങാനീരും ഉപ്പും മുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ കനൽ വെച്ച് കർപ്പൂരമൊക്കെ ഇട്ട് കത്തിച്ച് ഇത് നല്ലതായിട്ട് കനൽ തീ പിടിപ്പിച്ച് ഇട്ടേക്കുന്നതാണ്. നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എണ്ണ. നമ്മൾ അധികം കാറ്റ് വരാതെ പതുക്കെ ഒന്ന് വീശി കൊടുക്കണം.
അപ്പോൾ കനൽ ഒരേപോലെ കത്തി നിൽക്കും. ഒരു സൈഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് മറച്ച് വെച്ച് മറ്റേ സൈഡും കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വീശി കൊടുക്കാനായിട്ട് ഒരു വൃത്തിയുള്ള പുതിയ ഒരു ഡസ്റ്റ് പാൻ ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഇങ്ങനെയാണ് നാടൻ രീതിയിൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ നമുക്ക് അവനിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഒക്കെ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു നല്ല കുറച്ചുകൂടി ഒരു സ്മോക്കി ടേസ്റ്റ്, നമ്മൾ ഈ സ്മോക്ക് വരുന്നതുകൊണ്ട് ഒരു സ്മോക്കി ടേസ്റ്റ് വരും. നമുക്ക് എല്ലാ പീസസും ഇതുപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ചിടാം. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല, പക്ഷേ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ആ മസാലയൊക്കെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുത്തായിരുന്നു. അതുപോലെ എണ്ണയും നമ്മൾ കുറച്ച് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് വെന്ത് കിട്ടും. ചിക്കൻ ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല ചിക്കന്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നമുക്ക് സാലഡും അതുപോലെ തന്നെ മയോണൈസും ഒക്കെ ചേർത്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്.